അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അതേമാതിരി തന്നെ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ പോണു. പിന്നെ നമ്മളെന്നും ഒരു 8-10 പോണ ആൾക്കാരല്ലേ, അപ്പോൾ ഒക്കെ അങ്ങനെ പോണു. അള്ളാഹു ഇതേമാതിരി തന്നെ അങ്ങോട്ട് മുന്നോട്ട് എത്തിച്ചു തന്നാൽ മതിയായിരുന്നു എന്നുള്ള തേട്ടം. ഒരുപാടൊന്നും വേണ്ട, ഒരു 8-10 പോകുന്ന മാതിരി മറ്റുള്ളവരെ മുമ്പിൽ ഇരക്കാതെ ജീവിക്കാനുള്ളൊരു മാർഗം അള്ളാഹു തന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല വിഷയം. 2 മരണം ഇന്നലെ ഉണ്ടായി. മിനിഞ്ഞാന്നൊരു മരണം, ഇന്നലെ ഒരു മരണം. അതായത് അതിലേറ്റവും എന്നെ വേദനിപ്പിച്ച ഒരു മരണം, ഇന്ന് കല്യാണം നടക്കേണ്ട ഒരു ചെറുപ്പക്കാരനാണ്, ഒരു ചെറിയ ചെറുക്കനാണ്. ഇന്ന് കല്യാണം നടക്കേണ്ടതാണ്. എൻ്റെ അടുത്ത് അവരുടെ ഫോട്ടോകളും വീഡിയോസുകളും എല്ലാം ഉണ്ട്. എനിക്ക് ഒരു കുട്ടി വിട്ടു തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വെക്കുന്നില്ല. കാരണം അതൊന്നും ഞാൻ ഫോട്ടോ വെച്ചിട്ട് ചെയ്തിട്ട് അവരെ മനസ്സിനെ ഞാൻ ഇനിയും വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറില്ല. അപ്പോൾ കഴിയുന്നതും ആരെയും വേദനിപ്പിക്കാതെ വീഡിയോ ചെയ്യുക. പിന്നെ ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും, പേരെടുത്ത് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ പറഞ്ഞാൽ പറയും അവരെ വെളുപ്പിക്കുകയാണ്, ഇപ്പുറത്ത് പറഞ്ഞാൽ പറയും ഇവരെ വെളുപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കൈതമുള്ളിൻ്റെ മാതിരിയാണ്, ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഒരാൾക്ക് ആർക്കാണെങ്കിലും സപ്പോർട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ, അവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. അതാദ്യം അങ്ങനെ തന്നെയാണ്. ചില മനുഷ്യന്മാരങ്ങനെയാണ്. ചില മനുഷ്യന്മാർ തെറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് കൊണ്ടാണ്, ഇനി അത് തിരുത്താൻ നോക്കാമെന്ന് പറയും. പക്ഷേ ചില മനുഷ്യന്മാരങ്ങനെയില്ല. ചില മനുഷ്യന്മാർ എത്ര തന്നെ അവർ തെറ്റ് ചെയ്താലും എന്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള വാക്കേ പറയുള്ളൂ. പക്ഷെ അതൊക്കെ പോട്ടെ, ഇനി അതിനെപ്പറ്റി പറയാനല്ലേ ഞാൻ വന്നത്. പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കല്യാണം നടക്കേണ്ട ഒരു കുട്ടിയാണ്. ഇന്നലെ പന്തലൊക്കെ ഇട്ട്, ഒരു ആൺകുട്ടിയാണ് കേട്ടോ. ഇന്നലെ പന്തലൊക്കെ ഇട്ട് ഇന്നും പുതിയാപ്പിളയായിട്ട് ഇറങ്ങി പോകേണ്ട ആ മുത്തുമണി ഇന്നലെ അതേ പന്തലിൽ മയ്യത്തായിട്ട് കടന്നു. അതേമാതിരി മിനിഞ്ഞാന്നൊരു പെൺകുട്ടി, അതിന് മുമ്പത്തെ ദിവസം ഒരു പെൺകുട്ടി വിഷം കുടിച്ചു. ഇത് രണ്ടും മുസ്ലിം സമുദായത്തിലുള്ള 2 മക്കളാണ് കേട്ടോ. അപ്പോൾ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യേണ്ട പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അത് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു അന്യ സമുദായത്തിലുള്ള ഒരു കുട്ടീനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ആ കുട്ടി വിഷം കുടിച്ച് മരിക്കാൻ കാരണം ഒരു ഉമ്മയും ബാപ്പയും ഈ പറയുന്നമാർ, ചില ഉമ്മ ബാപ്പന്മാർ സമ്മതിക്കും, ചില ഉമ്മ ബാപ്പന്മാർ അതിന് എന്ത് തന്നെ ആയാലും മരണം വരിച്ചാലും മാതാപിതാക്കൾ മരിക്കേണ്ടി വന്നാലും അത് അനുവദിച്ചു കൊടുക്കില്ല എന്നുള്ള മാതാപിതാക്കന്മാരുണ്ട്. ചിലവർ പിന്നെ എന്ത് ചെയ്യും, എത്രയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ട് ഇറങ്ങിപ്പോവും. പക്ഷേ ഈ കുട്ടി അതിന് നിന്നിട്ടില്ല. കുട്ടി എന്ത് കാട്ടി, വിഷം കുടിച്ചു, കുട്ടി മരിച്ചു, പെൺകുട്ടി മരിച്ചു. അപ്പോൾ ആർക്ക് പോയി? ആർക്കാണ് പോയത്? ആ കുടുംബത്തിന് പോയി. അതേമാതിരി ആ പെൺകുട്ടിക്കും പോയി. ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ, അപ്പോഴത്തിന് തന്നെ അവളായിട്ട് അവളെ ജീവിതം ഇല്ലാതെയാക്കി. ഈ കുട്ടിയാണെങ്കിൽ നിരപരാധിയായ കുട്ടി, മുട്ടായി കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സഹിക്കൂല. അങ്ങനത്തെ ഒരു കുട്ടിയാണ്. ഇന്ന് പുതിയാപ്പിള പുറപ്പെടേണ്ട കുട്ടി. ആ പുതിയാപ്പിള പുറപ്പെടുന്ന ഇന്നലെ തന്നെ അതേ പന്തലിൽ വെച്ച് ഇന്നലെ മരിച്ചു. ഇന്നലെ തന്നെ അവനെ മറവുകയും ചെയ്തു. പക്ഷെ അള്ളാഹു 2 പേരെയും ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പൊന്നു മക്കളെ, എനിക്ക് ഈ വിഷം കുടിച്ച് മരിച്ച കുട്ടീനെ അതേമാതിരിയുള്ള കുട്ടികൾ ഇനി ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ സമുദായത്തിലുള്ള ഏത് സമുദായത്തിൽപ്പെട്ടാണെങ്കിലും അവനവൻ്റെ സമുദായത്തിലുള്ള മക്കളെ നിങ്ങൾ സ്നേഹിക്കുക. കാരണം നിങ്ങൾ ഇതേപോലെ സ്നേഹിച്ച് നിങ്ങളെ ജീവൻ കൊടുക്കാനുള്ള, ജീവൻ നഷ്ടപ്പെടുത്താനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. പലവരും പലതും പറയും. കാരണം നമുക്ക് നാളെ നമ്മളെ കുടുംബത്തിന്, ഒരു കുടുംബം അത് ഏത് സമുദായത്തിൽപ്പെട്ടതാണെങ്കിലും അന്യ ഒരു മതസ്ഥർ കൂടെ ഒളിച്ചോടിയെന്നോ അല്ലെങ്കിൽ ചാടിപ്പോയി എന്നൊക്കെ പറഞ്ഞ ഒരു മതക്കും ഒരു മാതാപിതാക്കളും, അതിനിപ്പോൾ ഏത് സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കളാണെങ്കിലും അവർക്കത് ഇഷ്ടപ്പെടില്ല. പിന്നെ ചിലവർ അത് ഇഷ്ടപ്പെടും. കാരണം അത് അങ്ങനെ വിവാഹം കഴിച്ച് ജീവിച്ച് വന്ന കുടുംബത്തിലുള്ള മക്കൾ അത് ചെയ്തു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾ ഒരു പക്ഷേ മറുപടി പറയാൻ പറ്റില്ല. അവർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ അവർക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾ തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർ തിരിച്ചു ചെയ്യും. അല്ലാത്തവരും ചിലവർ സമ്മതിക്കുന്നവരുണ്ട്. സമ്മതിച്ച് ഐറ്റങ്ങൾ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് കരുതുകയാണെങ്കിൽ അങ്ങനെ കരുതുന്നവരുണ്ട്. ചിലവർ അഭിമാനം
പണയം വെച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും എന്ന് കരുതി ഉരുകി മെഴുകുതിരിമാരി തീരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ രണ്ടിലും വല്ലാത്ത വിഷമം തോന്നി. അതിലേക്കായി ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ കാര്യത്തിനേക്കായി എനിക്ക് വേദന തോന്നി. എന്ന് പുതിയാപ്പിള പുറപ്പെട്ട് ഇറങ്ങേണ്ട കുട്ടി ആ സമയമായപ്പോഴത്തേന് അവൻ 6 അടി മണ്ണിലാണ്. അള്ളാഹുവേ, ഇതുപോലുള്ള വേദങ്ങൾ, ആ കല്യാണം കഴിക്കേണ്ട പെൺകുട്ടി, ആ കുട്ടിയുടെ ഒരു വേദന, മാതാപിതാക്കളുടെ ഒരു വേദന, ആ കുടുംബത്തിൻ്റെ ഒരു വേദന കണ്ടു പോയിട്ട് വന്ന കുട്ടി എന്നോട് വിളിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കില്ല അവിടുത്തെ വേദന എന്നാണ്. കാരണം ഇന്ന് പുതിയാപ്പിള പുറപ്പെടേണ്ടവൻ മയ്യത്ത് കട്ടിലായിട്ട് ഖബറിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന മാതിരി അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. എല്ലാ ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതൊന്നും ഞാൻ ഇടുന്നില്ല. കാരണം അവർ പോവേണ്ടവർ പോയി. ഇനി അവരെ നമ്മൾ സോഷ്യൽ മീഡിയയിലിട്ടിട്ട് നാറ്റിക്കേണ്ട ആവശ്യമില്ല. എന്താണെങ്കിലും മരിച്ചു പോയവരല്ലേ. അപ്പോൾ ആ മരിച്ചു പോയവർക്ക് അള്ളാഹു അവർ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ പാവങ്ങളും പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ കൂട്ടിട്ട് അള്ളാഹു നാളെ അവരെയും നമ്മളെയും നമ്മളെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരെയും നമ്മളെ മാതാപിതാക്കളെയും എല്ലാവരെയും അള്ളാഹു ഒരുമിപ്പിക്കട്ടെ. എന്താ ഇതല്ലാതെ വേറെ ഞാൻ പറയാമെന്ന് എനിക്കറിയില്ല. എനിക്ക് വല്ലാത്തൊരു വിഷമം ആ ആൺകുട്ടിയുടെ കഥ കേട്ടപ്പോൾ. കാരണം ഒരു പാവവും ചെയ്യാത്തൊരു നിരപരാധിയായ കുട്ടി മുട്ടായി കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇന്ന് പുതിയാപ്പിള പുറപ്പെടേണ്ട കുട്ടി ഇന്നലെ പന്തലൊക്കെ ഇട്ട് റെഡിയാക്കി ആ പന്തലിൽ അവൻ മരിച്ച് അവൻ്റെ മയ്യത്ത് എടുക്കേണ്ടി വരുന്നൊരവസ്ഥ ആ കുടുംബത്തിലെ മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കൊക്കെ എത്ര വേദന ഉണ്ടാവും. റഹ്മാനെ, ആരെയും ഒന്നും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം പെട്ടെന്ന് മരിച്ചു പോകണം. ഇപ്പം ഇന്നലെ മിഞ്ഞാന്നേറ്റ് വാർത്തയിൽ കേട്ടു 17 വയസ്സുള്ള +1 കുട്ടി അറ്റാക്ക് മൂലം മരിച്ചു എന്ന്. ഇപ്പോൾ പെട്ടെന്നുള്ള മരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാവർക്കും പുറത്തു തരട്ടെ. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോസായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.